ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ആൾജിബ്രായിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. എന്തായിരുന്നു? ഓൾജിബ്രായിക് ഫോം എന്ന് ഇതിനെ പറയാറുണ്ട്. അതേപോലെ nth ടേം അല്ലേ, എങ്ങനെ വേണമെങ്കിലും പറയാം. nth ടേം ഈക്വൽ ടു എന്താണ്? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഓർമ്മയുണ്ടല്ലോ, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, സോ മറന്നു പോകരുത്. xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസും എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യ പദം. ഓർമ്മയില്ലേ? ഡി പൊതുവ്യത്യാസം കേട്ടോ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യ പദം. ഇനി നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം നോക്കുക. ചില സമാന്തര ശ്രേണികളിലെ രണ്ട് സ്ഥാനങ്ങളിലെ പദങ്ങൾ ചുവടെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ബീജഗണിത രൂപം എഴുതുക എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാം പദം 5ഉം 10ാം പദം 23. ശരിയല്ലേ? എന്നിട്ട് അതിൻ്റെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രായിക് ഫോം എഴുതാനാണ് പറഞ്ഞത്. ഓൾജിബ്രായിക് ഫോം നമുക്കറിയാം, dn പ്ലസ് എഫ് മൈനസ് ഡി. എടാ, ഇതിലേക്ക് നമുക്ക് എഴുതണമെങ്കിൽ ആരൊക്കെ വേണം? നമുക്ക് ഡീൻ്റെ ഉത്തരം വേണം അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. പിന്നെ ആരെ വേണം? എഫിനെ വേണ്ടേ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം. ശരിയല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ഇതിൽ ഒന്നാം പദം എന്ന് പറയുന്നത് ആദ്യ പദത്തിനെ അല്ലേ. അപ്പം നമ്മുടെ കയ്യിൽ എഫ് ഉണ്ട് അല്ലേ. നമുക്ക് ചോദ്യം ഒന്നുകൂടി താഴോട്ട് എഴുതാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് എഴുതുന്നത്. ഒന്നാം പദം, അതായത് ഒന്നാം പദത്തിന് മിസ് x1 എന്ന് എഴുതട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നാം പദം 5 എന്ന് തന്നിട്ടുണ്ട്. 10ാമത്തെ പദത്തിനെ നമുക്ക് x10 എന്നും എഴുതിക്കൂടെ. 10ാം പദം 23 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓൾജിബ്രായിക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതിൽ നമുക്ക് ഡി അറിയോ? പൊതുവ്യത്യാസം അറിയോ? നമുക്ക് ഫസ്റ്റ് ടേം അറിയാം അല്ലേ. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാ? 5ആണ്. പക്ഷേ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡി വേണ്ടേ. അതിനാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ചാപ്റ്ററിൽ. എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. എന്താ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ശരിയല്ലേ? പദവ്യത്യാസമാണ് കേട്ടോ, പൊതുവ്യത്യാസം തെറ്റിദ്ധരിക്കരുത്. നോക്കുക, എടാ, പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അതാ ടേമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നാമത്തെ ടേം 5ഉം 10ാമത്തെ ടേം 23. അതായത് 5ഉം 23 ആണ് ഇവിടുത്തെ ടേംസ്. ഡിഫറൻസ് അഥവാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യാന്നല്ലേ. അപ്പോൾ ആരൊക്കെ തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യണം? പദങ്ങൾ തമ്മിൽ. അതായത് 23ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം കാണുക. 23ൽ നിന്ന് 5 കുറയ്ക്കുന്നു. അതേപോലെ പൊസിഷൻ ഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനങ്ങൾ തമ്മിൽ. ഇത് ഒന്നാമത്തെ പൊസിഷനും ഇത് 10ാമത്തെ പൊസിഷനും അല്ലേ. അപ്പോൾ അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10ാമത്തെ പൊസിഷനിൽ നിന്ന് ഒന്നാമത്തെ പൊസിഷൻ കുറയ്ക്കുന്നു. ശരിയല്ലേ? 23ൽ നിന്ന് 5 കുറച്ചാൽ എത്ര വരും? 18 വരും അല്ലേ. 10ൽ നിന്ന് 1 കുറച്ചാൽ 9 വരും. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, 18നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 18/9, 2 9 18. ശരിയല്ലേ? ശിഷ്ടം 0 അല്ലേ. അപ്പോൾ ഉത്തരം എത്ര വരും? 2 എന്ന് വരും. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ. പൊതുവ്യത്യാസവും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. ഡി കാണാനാണ് നമ്മൾ ഇത് ചെയ്തത് കേട്ടോ. നമുക്ക് ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതണമെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ ആവശ്യമുണ്ട്, കോമൺ ഡിഫറൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് ഒന്നാം പദം 5ആണെന്ന്. അപ്പോൾ ഫസ്റ്റ് ടേം 5 എന്ന് എഴുതാം. പക്ഷെ കോമൺ ഡിഫറൻസ് അറിയാത്തത് കൊണ്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തു, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം അല്ലേ, ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ബീജഗണിത രൂപം ഈക്വൽ ടു അല്ലേ, ഓൾജിബ്രായിക് ഫോം ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എൻ എന്ന് പറഞ്ഞാൽ ഡി ഇൻറ്റു എൻ അല്ലേ. ഡി എന്ന് പറയുന്നത് 2 ആണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവ്യത്യാസത്തിൻ്റെ സ്ഥാനത്ത് ഡി എന്ന് എഴുതുന്നു.
നമുക്കറിയില്ലല്ലോ. നമ്മളോട് അഞ്ചാമത്തെ പദം കാണുക, പത്താമത്തെ പദം കാണുക എന്നൊന്നും പറഞ്ഞില്ല. അപ്പം എന്നിനല്ലേ ബീജഗണിത രൂപം എഴുതുമ്പോൾ എപ്പോഴും ഒരു എൻ അവിടെ തന്നെ ഫിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എൻ എഴുതി. ഇനി പ്ലസ് എഫ് ആരാ ഫസ്റ്റ് ടേം? അതാ 5 ചോദ്യത്തിലുണ്ട് അല്ലേ, 5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. മൈനസ് ഡി എന്ന് പറഞ്ഞാൽ പിന്നെയും പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് 2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് 2n പ്ലസ് 5ൽ നിന്ന് 2 കുറച്ച് എത്ര വരും? 3 എന്ന് വരും. അപ്പം നമ്മളെ ചോദ്യത്തിൻ്റെ ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താ? 2n പ്ലസ് 3 കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ടേം 5, ഏഴാമത്തെ ടേം 23, ശരിയല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഒന്നാമത്തെ ടേമിന് x1 എഴുതിക്കൂടെ? 5 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഏതാ ടേം തന്നത്? ഏഴാമത്തെ ടേം അല്ലേ അല്ലേ? ഏഴാം പദം 23. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം എന്ന് നമുക്ക് ഇക്വേഷൻ എന്താ അത് മറന്നു പോകരുത്. xn = dn + f - d. ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡിയും അറിയണം എഫും അറിയണം, ശരിയല്ലേ? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ആ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഈ x1 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാ? ഒന്നാമത്തെ പദം അഥവാ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേമിന് എഫ് എന്നുള്ള ലെറ്റർ അല്ലേ? അപ്പോൾ എഫ് 5 ചോദ്യത്തിലുണ്ട്. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഡി അറിയില്ല. എടാ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ അഥവാ സമാന്തര ശ്രേണിയിലെ 2 ടേംസ് തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലേ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, ശരിയല്ലേ? ഇതിൽ ടേംസ് എന്ന് പറയുന്നത് ആരൊക്കെയാ? 5ഉം 23ഉം 5ഉം 23ഉം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കാണുക എന്ന് പറഞ്ഞാൽ 7ാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദമായ 5 കുറയ്ക്കുന്നു. ഇനി സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? പൊസിഷൻ, 7ാമത്തെ പൊസിഷനിൽ നിന്ന് 1ാമത്തെ പൊസിഷൻ കുറയ്ക്കാം. 7ാമത്തെ പൊസിഷൻ മൈനസ് 1ാമത്തെ പൊസിഷൻ. 23ൽ നിന്ന് 5 കുറച്ചാൽ എത്ര വരും? 18 വരും, ശരിയല്ലേ? 7ൽ നിന്ന് 1 കുറച്ചാൽ 6. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? ഡിവൈഡ് ചെയ്താൽ 3 6 18. അപ്പോൾ എത്ര കിട്ടും? D = 3 എന്ന് കിട്ടി, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസ് ആയ പൊതുവ്യത്യാസവും കിട്ടി. ഇനി സിമ്പിളാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ xnലേക്ക് കൊടുക്കാം. നമ്മളോട് ചോദിച്ചത് ബീജഗണിത രൂപം എഴുതാനാണ്. ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ dn + f - d. അപ്പോൾ xn = dn എന്ന് പറഞ്ഞാൽ d × n ആണ് അല്ലേ? ഇവിടെ d എന്താ? പൊതുവ്യത്യാസം 3 അല്ലേ? അപ്പോൾ 3n എന്ന് എഴുതുന്നു. പ്ലസ് എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ലേ? ഫസ്റ്റ് ടേം 5 ആണ് അല്ലേ? അപ്പോൾ 5 - 3, അതായത് 3n പ്ലസ് 5ൽ നിന്ന് 3 കുറച്ച് എത്രയാ? 2. xn = 3n + 2 എന്ന് വരും നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പം നിങ്ങൾ കണ്ടോ, നേരത്തെ എഴുതിയതും ഇപ്പം എഴുതിയതും ഒക്കെ എന്താണ്? ഇങ്ങനെ ഒരു പൊതുവായ രൂപമല്ലേ? നമ്മൾ എപ്പോഴും ഒരു ടേമിൻ്റെ ജനറൽ ഫോം അഥവാ ഒരു പദം, ഇത് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഈ എന്നിന് പകരം ഞാൻ 10 എന്ന് കൊടുത്താൽ 10ാമത്തെ ടേം കിട്ടൂലേ അല്ലേ? എന്നിന് എന്ത് കൊടുത്താൽ മതി? 10. അതായത് 2 × 10 + 3 ചെയ്താൽ നമുക്ക് 10ാമത്തെ ടേം കിട്ടും. എന്നിന് 100 കൊടുത്താൽ എത്രാമത്തെ ടേം കിട്ടും? 100ാമത്തെ പദം കിട്ടും. അതാണ് ഇതിൻ്റെ ജനറൽ ഫോം അഥവാ പൊതുവായ രൂപം അല്ലെങ്കിൽ ബീജഗണിത രൂപം. എന്നാമത്തെ ടേമിലെ എന്നാം പദം അഥവാ nth ടേം എന്നൊക്കെ പറയുന്നത് ഒരേ ഫോർമുലയാണ്. ഈ ഫോർമുലയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ 2 ചോദ്യം കഴിഞ്ഞു അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ടേം 10, 10ാമത്തെ ടേം 5 അല്ലേ? 5th ടേം 10ഉം 10th ടേം 5 എന്നും പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് നോക്കാം നമുക്ക്. മൂന്നാമത്തെ ചോദ്യം, 5ാമത്തെ പദത്തിന് x5 എന്ന് എഴുതാലോ? 10. 10ാമത്തെ ടേമിന് x10 എന്ന് എഴുതാലോ? 10ാമത്തെ ടേം 5. അതായത് 1ാമത്തെ ടേം 2ാമത്തെ ടേം 3ാമത്തെ ടേം 4ാമത്തെ കഴിഞ്ഞ് 5ാമത്തെ പൊസിഷനിൽ 10 ആണ്. പിന്നെ ഇങ്ങനെ പോയി എവിടെ എത്തി? 10ാമത്തെ പൊസിഷനിൽ 5 ആണ്. ഇങ്ങനെയാണ് ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? 5ാമത്തെ പൊസിഷനിൽ 5ാം സ്ഥാനത്തുള്ളത് 10 എന്ന് പറയുന്ന നമ്പറും 10ാമത്തെ സ്ഥാനത്തുള്ളത് 5 എന്ന് പറയുന്ന നമ്പറും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇക്വേഷൻ എന്താ? xn ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ xn = dn + f - d.
നമുക്ക് ആരൊക്കെ വേണം? എടാ ഫസ്റ്റ് ടേം വേണം. നേരത്തെ ചോദ്യത്തിലൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അവർ ഒന്നാമത്തെ പദം തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടേം. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ തന്നത് ആരാ? അഞ്ചാമത്തെ പദവും 10ാമത്തെ പദവും. നമുക്ക് ഒന്നാമത്തെ പദം വേണ്ടേ? നിർബന്ധമായിട്ടും വേണ്ടേ? അതേപോലെ പൊതുവ്യത്യാസവും വേണ്ടേ? ശരിയല്ലേ? പൊതുവ്യത്യാസം കാണാൻ പണിയൊന്നുമില്ല. പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? സമവാക്യം എഴുതുന്നു അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അഥവാ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ശരിയല്ലേ? ഇവിടുത്തെ പദങ്ങൾ ആരൊക്കെയാടാ? നോക്ക്, 5ഉം 10ഉം അല്ലേ? അതായത് 10ാമത്തെ പദം 5 എന്നല്ലേ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? 10ാമത്തെ പദം 5ഉം 5ാമത്തെ പദം 10ഉം എന്നാണ്. അപ്പം മിസ് എന്തിൽ നിന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത് 10 വലിയ നമ്പറോ 5 ചെറിയ നമ്പറോ? അപ്പോൾ 10ൽ നിന്ന് 5 കുറച്ച് പോവരുത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 10ാമത്തെ പൊസിഷൻ അല്ലേ വലിയ പൊസിഷൻ. ഇങ്ങനെ പോയി 10ാമത്തെ പൊസിഷനിലുള്ള ടേമിനെ നമ്മൾ 5ാമത്തെ പൊസിഷനിലുള്ള ടേം കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു. 10ാമത്തെ പൊസിഷനിൽ ഇവിടെ ആരാ ഉള്ളത്? 5 ആണ് അല്ലേ? അപ്പോൾ 5ൽ നിന്ന് ആരെ കുറയ്ക്കുന്നു? ഇങ്ങോട്ട് കുറയ്ക്കുക അല്ലേ? 5ൽ നിന്ന് നമ്മൾ 10നെ കുറയ്ക്കുന്നു ബൈ, അതേപോലെ പൊസിഷനും ഇങ്ങോട്ട് തന്നെ കുറയ്ക്കുക. എന്താ വരിക? 10ൽ നിന്ന് 10ാമത്തെ പൊസിഷനിൽ നിന്ന് 5ാമത്തെ പൊസിഷൻ കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് വരും? 10 - 5. ശരിയല്ലേ? 5ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാണ് കിട്ടുക? 5 ചെറിയ നമ്പറും 10 വലിയ നമ്പറും അല്ലേ? അപ്പോൾ 5ൽ നിന്ന് 10 കുറയ്ക്കാൻ പറ്റുമോ? നമുക്ക് കുറയ്ക്കാം അല്ലേ? എന്തിട്ട് കൊടുത്താൽ മതി? ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് തിരിച്ച് കുറയ്ക്കുക. 10ൽ നിന്ന് 5 കുറയ്ക്കുക. 10ൽ നിന്ന് 5 കുറയ്ക്കാമല്ലോ. വലുതെന്ന് ചെറുത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്രയാ? 10 - 5 5 എന്ന് വരും അല്ലേ? എന്ത് 5? -5 എന്ന് എഴുതണം കേട്ടോ. കാരണം 5ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ മൈനസ് ഇടണം, നിർബന്ധമാണ്. ഇനി നമ്മൾ ഇത് സാധാ പോലെ തന്നെ അല്ലേ? 10 - 5 എന്താ? 10ൽ നിന്ന് 5 കുറച്ചാൽ 5 എന്ന് തന്നെ എഴുതാം. അതിൽ മാറ്റമൊന്നുമില്ല. നെഗറ്റീവ് ഇടേണ്ട ആവശ്യമുണ്ടോ? വലിയ നമ്പറിന് ചെറിയ നമ്പർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കാം. ഇനി ഇവിടെ നോക്ക്, 5 ഹരിക്കണം 5 എത്രയാ? 5നെ 5 കൊണ്ട് ഹരിച്ചാൽ ഒരു 5 5. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് വരും? 1 എന്ന് വരും. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു മൈനസ് കണ്ടോ? ഒരു മൈനസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിലും എന്ത് വേണം? മൈനസ് വേണം. അപ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എത്രയാന്ന് കിട്ടി? -1 എന്ന് കിട്ടി. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? കിട്ടിയൊരു ഡൗട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ സാധാ പോലെ തന്നെ ഇക്വേഷൻ കേട്ടോ. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. പദം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. പെട്ടെന്നൊരു ടെൻഡൻസി വരും നമുക്ക് വലുതെന്ന് ചെറുത് കുറയ്ക്കുക. അങ്ങനെ ചെയ്യരുത്. കാരണം ഇവിടെ 10ാമത്തെ ടേം 5, 5ാമത്തെ ടേം 10. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കുറയ്ക്കുക അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഫസ്റ്റ് ടേം നമ്മുടെ ചോദ്യത്തിൽ 1ാമത്തെ പദം തന്നിട്ടുണ്ടോ നോക്ക്. ഇല്ലല്ലോ. 5ാമത്തതും തന്നിട്ടുണ്ട്, 10ാമത്തതും തന്നിട്ടുണ്ട്. എടാ നമ്മളിപ്പോൾ ഇതങ്ങനെ പോയി 1 2 3 4 5ാമത്തെ പൊസിഷനിൽ ആരാ ഉള്ളത് അല്ലേ? ചോദ്യം നോക്ക്. 5ാം പദം 10 എന്നല്ലേ പറഞ്ഞത്? അതായത് 5ാമത്തെ പൊസിഷനിൽ ആരുണ്ട് നമുക്കറിയാം? 10 ഉണ്ട് എന്നറിയാം. 5ാമത്തെ പൊസിഷനിൽ നമുക്ക് കുറഞ്ഞ് നമ്മുടെ ഇക്വേഷനിൽ ആരാ ഉള്ളത്? ഫസ്റ്റ് ടേമാണ്. അപ്പോൾ ഫസ്റ്റിൽ എത്തണം. 5ാമത്തെ പൊസിഷനിൽ എത്ര പ്രാവശ്യം നമ്മൾ ബാക്കോട്ട് പോന്നാൽ ഫസ്റ്റ് പൊസിഷനിലെത്തും? 5ാമത്തേന് എത്ര പ്രാവശ്യം ബാക്കോട്ട് പോന്നാൽ മതി? 4 പ്രാവശ്യം ബാക്കോട്ട് ചാടിയാൽ പോരെ? 5ൽ നിന്ന് 1 പ്രാവശ്യം ബാക്കോട്ട് ചെയ്താൽ 4ാമത്തെ പൊസിഷനിൽ, പിന്നെ 1 ബാക്കോട്ട് ചെയ്താൽ 3ാമത്തെ പൊസിഷനിൽ, പിന്നെയും പോന്നാൽ സെക്കൻഡ്, പിന്നെ പോന്നാൽ ഫസ്റ്റ്. അതായത് 5ാമത്തെ പൊസിഷനിൽ നിന്ന് 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ഓരോ പ്രാവശ്യം ബാക്കോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 1ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാ, പൊതുവ്യത്യാസം കുറയ്ക്കണം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? 1ാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5ാമത്തെ പദത്തിൽ നിന്ന് 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നു. ഓക്കെ, മൈനസ് തന്നെ ഇടണം കേട്ടോ, അത് മറന്നു പോകരുത്. ഇനി 5ാമത്തെ പദം ആരാ നോക്ക്. 5ാമത്തെ പദം 10 ആണ്. അപ്പോൾ 5ാമത്തെ പദത്തിൻ്റെ സ്ഥാനത്ത് 10 എന്ന് എഴുതാലോ. 4 ഇൻറ്റു, ശരിയല്ലേ? എത്ര വരും? പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചല്ലോ. പൊതുവ്യത്യാസം ഇതാ -1. ഈ നെഗറ്റീവ് വരുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. -1 എന്ന് വരും. എടാ -4 ഇൻറ്റു -1, ഇതിൻ്റെ ആൻസർ എന്താ? ഈ ഭാഗം ഗുണിച്ച് കഴിഞ്ഞാൽ
രണ്ട് നെഗറ്റീവുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. മറന്നു പോകരുത് കേട്ടോ. നമ്മൾ 9-ലൊക്കെ പഠിക്കുന്നതാണ്, എന്നാൽ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ഗുണിച്ചാൽ ഉത്തരം എന്തേ കിട്ടുള്ളൂ? പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ. അതായത് -4ഉം -1ഉം ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് 4 കിട്ടുക? 4 × 1 4, അതെല്ലാവർക്കും അറിയാം. മൈനസും മൈനസും ഗുണിച്ചാൽ പോസിറ്റീവ് ആയി പോകും. അപ്പം നിങ്ങൾ നോക്ക്, ഈ 10 ഞാൻ അതേപോലെ തന്നെ എഴുതി. ഇനി -4 × -1 എന്താ? വെറും 4, അതായത് പോസിറ്റീവ് 4 അല്ലേ? അപ്പം നമുക്ക് ഒന്നാമത്തെ പദം എത്രയാന്ന് കിട്ടി? 14 എന്ന് കിട്ടി. അപ്പം നിങ്ങൾ നോക്ക്, നമുക്ക് x1 എന്ന് പറയുന്നത് ശരിക്കും ആരാ? ഒന്നാമത്തെ പദമല്ലേ? ഫസ്റ്റ് ടേമും കിട്ടിക്കഴിഞ്ഞു, കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചത് ഓൾജിബ്രായിക് ഫോം എഴുതാനല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾജിബ്രായിക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ എന്താ? xn = d × n + f - d. d എന്ന് പറയുന്നത് ആരാ? കോമൺ ഡിഫറൻസ്. എത്രയാ നമ്മൾ d? -1 അല്ലേ? ഒരു n ഇട്ട് കൊടുക്കുന്നു. പ്ലസ് എഫ് ആരാ? 14. ശരിയാണല്ലോ. എഫിൻ്റെ സ്ഥാനത്ത് മിസ് 14 എഴുതി. ഇനി ഇതാ ഈ ഇക്വേഷനിലുള്ള മൈനസ് അതേപോലെ ഇടണം, നിർബന്ധമാണ്. അപ്പം ഞാൻ ഈ മൈനസ് ഇട്ട് കൊടുത്തു. ഇക്വേഷനിൽ എന്താ? എഫ് - d എന്നല്ലേ? അപ്പം എഫിൻ്റെ സ്ഥാനത്ത് ഫസ്റ്റ് ടൈം 14 എന്ന് കണ്ടുപിടിച്ചു, അത് മിസ് എഴുതി. ഇക്വേഷനിലുള്ള മൈനസ് എഴുതി. ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാ? -1 എന്നല്ലേ? അപ്പം നിങ്ങൾ കോമൺ ഡിഫറൻസിൻ്റെ സ്ഥാനത്ത് ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കണം, രണ്ട് മൈനസ് ഒരുമിച്ച് വന്നതിൻ്റെ കാരണം എന്താ? എഫ് - d എന്നാണ് നമ്മൾ ഇക്വേഷനിൽ. അപ്പോൾ ഫസ്റ്റ് ടേം എഴുതിയിട്ട് ഈ ഇക്വേഷനിലുള്ള നെഗറ്റീവ് നിർബന്ധമായിട്ട് ഇടണം. പിന്നെ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസും -1 തന്നെയാണ് കിട്ടിയത്. ശരിയല്ലേ? അപ്പോൾ രണ്ട് മൈനസ് വരണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതേപോലെ ഇപ്പോൾ 14 - -1 എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എടാ ഇത് തമ്മിൽ കൂട്ടുക. അതായത് 14ഉം രണ്ട് മൈനസ് തൊട്ട് വന്നാൽ അത് എന്തായി പോവും? പോസിറ്റീവായി പോവും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് രണ്ട് നെഗറ്റീവ് ഇപ്പം ഇങ്ങനെ വന്നാൽ 5 - -1 ഇങ്ങനെ തൊട്ട് നെഗറ്റീവ് വന്നില്ലേ? അപ്പോൾ അതെന്തായി പോവും? അത് പോസിറ്റീവിന് ഈക്വലാണ്. അപ്പോൾ 5 + 1 എന്ന് വായിക്കണം. അത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പറ -1n എന്ന് എഴുതിയേ, പ്ലസ് ഈ 14 -1നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 14 + 1 എന്നാക്കാം അല്ലേ? -1n പ്ലസ് 14നോട് 1 കൂട്ടിയാൽ 15. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഓൾജിബ്രായിക് ഫോം ഓഫ് ഈ തന്ന സീക്വൻസിൻ്റെ 5ാം പദം 10ഉം 10ാം പദം 5ഉമായിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്തെന്ന് പറയുന്നത്? ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രായിക് ഫോമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആ നെഗറ്റീവ് നമ്പറിൻ്റെ കാൽക്കുലേഷൻ അറിയാത്തവർക്ക് അതെന്താവും? ബുദ്ധിമുട്ടാവും. അപ്പോൾ മിസ് സൈഡിലേക്ക് ഇവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് ഈ -4ഉം രണ്ട് നെഗറ്റീവുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആവുമെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ രണ്ട് നെഗറ്റീവ് ഇങ്ങനെ തൊട്ട് വന്നാൽ അതും എന്താക്കുക? പോസിറ്റീവാക്കി മാറ്റുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം, ഒരു ചോദ്യം കൂടെ ഉണ്ട് അല്ലേ ഈ ഭാഗത്ത്, അതുകൂടെ നോക്കാം. 8ാം പദം 2ഉം 12ാം പദം 8ഉം അല്ലേ? 8th ടേമും തന്നിട്ടുണ്ട്, 12th ടേമും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യന് മാറ്റമൊന്നുമില്ല കേട്ടോ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓൾജിബ്രായിക് ഫോമാ. അപ്പോൾ 8th ടേം 2, 12th ടേം 8 അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാം. നാലാമത്തെ ചോദ്യം അല്ലേ? 8th ടേം 2, 8ാമത്തെ ടേമിന് x8 എന്ന് എഴുതാലോ. പിന്നെ നമുക്ക് എന്താ തന്നത്? 8ാമത്തെ ടേം 2 എന്നും 8ാം പദം 2ഉം 12ാം പദം 8ഉം. ഇപ്പോൾ 12ാമത്തെ ടേമിന് x12 എന്ന് എഴുതാം, 8 എന്ന് എഴുതാം. ശരിയല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓൾജിബ്രായിക് ഫോമായ xn = dn + f - d ആണ്. ഇത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ടേം നമുക്ക് വേണം, കോമൺ ഡിഫറൻസും വേണം. പക്ഷേ ഇവിടെ നോക്ക്, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല അല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അതേപോലെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം. നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടുത്തെ ടേംസ് ആരാ? 2ഉം 8ഉമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാക്കോട്ട് കുറയ്ക്കുന്നു. 12ാമത്തെ ടേമിൽ നിന്ന് 8ാമത്തെ ടേം കുറയ്ക്കുന്നു. അതായത് 8 - 2. ഇനി പൊസിഷൻസ് തമ്മിൽ കുറയ്ക്കാം.
12ാമത്തെ പൊസിഷനിൽ നിന്ന് എത്രാമത്തെ പൊസിഷൻ കുറയ്ക്കുന്നു? 8ാമത്തെ പൊസിഷൻ കുറയ്ക്കുന്നു. ശരിയാണല്ലോ. ഇനി നോക്ക്, 8ൽ നിന്ന് 2 കുറച്ചാൽ എത്ര വരും? 6 എന്ന് വരും. 12ൽ നിന്ന് 8 കുറച്ചാലോ? 4. ശരിയല്ലേ? അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ? നമ്മൾ ഇത്രയും നേരം ചെയ്താൽ നമുക്ക് നല്ല ഉത്തരം കിട്ടൂല. 6/4 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ അല്ലേ, അതായത് ഒരു ഭിന്നസംഖ്യ അല്ലേ. കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം വരാൻ പറ്റൂല എന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ആരാ? 6/4. ഈ 6/4 വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാം. 6ലും 4ലും 2 കോമൺ ആയിട്ടുള്ള ഫാക്ടർ അല്ലേ. 6ൽ എത്ര 2 ഉണ്ട്? 3 2. 4ൽ എത്ര 2 ഉണ്ട്? 2 2. ശരിയല്ലേ? അപ്പോൾ ഈ 6/4 തന്നെ നമുക്ക് പകുതി പകുതിയാക്കിയാൽ 3/2 എന്ന് എഴുതിക്കൂടെ? അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് 3/2 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം കാണണം അല്ലേ. 8ാമത്തെ ടേം അല്ലേ തന്നത്. 8ാമത്തെ ടേമിൽ നിന്ന് നമ്മൾ ബാക്കോട്ട് പോയാലാണോ അതോ മുന്നോട്ട് പോയാലാണോ 1ാമത്തെ ടേമിലെത്തുക? 8ാമത്തെ പൊസിഷനിൽ നിന്ന് ബാക്കോട്ട് പോരണ്ടേ? ഓരോ പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ച് 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 കൊണ്ടുവന്നാൽ 1ാമത്തെ ടേമിലെത്തൂ അല്ലേ. നമുക്ക് എന്തിനാ 1ാമത്തെ ടേം? ഈ ഓൾജിബ്രായിക് ഫോം എഴുതാൻ 1ാമത്തെ ടേം നിർബന്ധമാണ്. അപ്പം നമ്മൾ ബാക്കോട്ട് ബോയ്ക്കോട്ട് പോകുന്നു. 8ാമത്തെ പൊസിഷനിൽ നിന്ന് എത്ര പ്രാവശ്യം ബാക്കോട്ട് വന്നാലാണ് നമ്മൾ 1ലെത്തുക? 8ൽ നിന്ന് 7 കുറച്ചാലല്ലേ 1 എന്ന് കിട്ടുക. അതായത് 8ാമത്തെ പൊസിഷൻ നമുക്ക് 1ാമത്തെ ടേം കിട്ടണം അല്ലേ. 1ാമത്തെ ടേം കിട്ടണമെങ്കിൽ 8ാമത്തെ ടേമിൽ നിന്ന് 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണ്ടേ? ശരിയല്ലേ? 7 പ്രാവശ്യം ബാക്കോട്ട് പോരണം അല്ലേ. 8ാമത്തെ ടേം ആരാ ചോദ്യത്തിൽ തന്നത്? 2. 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കാന്ന് പറയുമ്പോൾ 7 ഇൻറ്റു ഡീൻ്റെ വാല്യൂ ഇവിടെ എത്രയാ? 3/2. ഓക്കെ, ഇനി ഇതാ 2 അതേപോലെ തന്നെ എഴുതി. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് 7 ഇൻറ്റു 3 ചെയ്യുക. 7 3 എത്ര വരും? 21 അല്ലേ. ബൈ ഈ 2 അതേപോലെ തന്നെ താഴെ എഴുതുന്നു. മുകളിൽ തമ്മിൽ ഗുണിക്കുക, താഴെ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഈ 2 താഴെ അതേപോലെ എഴുതി. അതായത് 2 മൈനസ് 21/2 എന്ന് വരും. ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 21/2 ഒരു ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ആണ് അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മെത്തേഡാണ് അപ്ലൈ ചെയ്യാറുള്ളത്? നിങ്ങൾക്കറിയാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? അതായത് 2ന് പകരം 2/1 എന്നാക്കി മാറ്റുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ക്രോസ് ആയിട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് അല്ലേ. ഒരു ഭിന്നസംഖ്യേൻ്റെ നടുവിൽ പ്ലസ്സോ മൈനസോ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കണം. എന്താ റൂള്? ഇങ്ങോട്ട് ഗുണിക്കുന്നു, ഇങ്ങോട്ട് ഗുണിക്കുന്നു, ഇങ്ങോട്ട് ഗുണിക്കുന്നു. ശരിയല്ലേ? 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 ചെയ്യുക. മൈനസ് ഇടുന്നു. ഇവിടെ നടുവിൽ മൈനസ് ആയതുകൊണ്ട് ഇവിടെയും മൈനസ് ഇടുക. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഗുണിക്കുക. 21 ഇൻറ്റു 1. ശരിയല്ലേ? ബൈ ഇനി താഴെ തമ്മിൽ ഗുണിക്കുക. താഴെ ആരൊക്കെയാണ് വരുന്നത്? 1 ഇൻറ്റു 2. ഇനി പറ 2 2 ഗുണിച്ചാൽ 4 എന്ന് കിട്ടും. 21ന് 1 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 21 ഇൻറ്റു 1 21 എന്ന് വരും. 1 ഇൻറ്റു 2 2. ശരിയല്ലേ? ഒന്നുമില്ല, നമുക്ക് ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് 8ാമത്തെ ടേമിൽ നിന്ന് 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചു. 8ാമത്തെ ടേം 2 ആണ്. അപ്പോൾ 2ൽ നിന്ന് 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചത് 3/2. അപ്പോൾ 7 ഇൻറ്റു 3 21/2. ഇവിടെ നമുക്ക് ഉത്തരം കാണണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 2 2 4 മൈനസ് 21/2. 4ൽ നിന്ന് 21 കുറച്ചാൽ എന്താ വരിക? 4 ചെറിയ നമ്പറും 21 വലിയ നമ്പറും അല്ലേ. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ നമുക്ക് എന്ത് സൈന് വരും? മൈനസ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് തിരിച്ച് കുറയ്ക്കുക. 21ൽ നിന്ന് 4 പോയാൽ എത്ര വരും? 17 എന്ന് കിട്ടും. ശരിയല്ലേ? അതായത് -17/2 എന്ന് വരും. ഈ 2/2 ഈ 2 ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. 4ൽ നിന്ന് 21 കുറച്ച് എത്ര വരും? 17 എന്ന് വരും. അതായത് നമ്മുടെ ഫസ്റ്റ് ടേം എത്രയാന്ന് കിട്ടി? -17/2. ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഫസ്റ്റ് ടേം ആദ്യ പദവും പൊതുവ്യത്യാസവും ഒക്കെ ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസവും കിട്ടി, ആദ്യ പദവും കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഓൾജിബ്രായിക് ഫോമായ xn = dn + f - d സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം അല്ലേ.
അപ്പോൾ 3/2n പ്ലസ് എഫ് ആരാ -17/2 ശരിയല്ലേ, പ്ലസ് 3/2 പൊതുവ്യത്യാസം എന്താ, സോറി പ്ലസ് അല്ല, എഫ് -d ആണ് അല്ലേ. അപ്പോൾ -dക്ക് പകരം 3/2 ഓക്കെ ആണല്ലോ. അതായത് 3/2n അതേപോലെ എഴുതി. ഇനി നിങ്ങൾ നോക്ക്, ഇത് ചെയ്യാല്ലേ നമുക്ക്. ഇത് ചെയ്യുന്ന സമയത്ത് ക്രോസ് ആയിട്ട് ചെയ്യാൻ പോവണ്ട, ചെയ്താലും കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷെ അങ്ങനെ പണിയെടുക്കണ്ട. കാരണം എന്താ, എടാ ഇതിൻ്റെ ഡിനോമിനേറ്ററും അതായത് താഴെയുള്ള നമ്പറും ഇതിൻ്റെ താഴെയുള്ള രണ്ട് നമ്പറും 2 എന്ന് തന്നെയല്ലേ, രണ്ടും സെയിം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ഒന്നും ചെയ്യാൻ പോകണ്ട. എന്ത് ട്രിക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതായത് ഈ നമ്പർ കണ്ടോ, ഈ താഴെയുള്ള നമ്പർ അതേപോലെ എഴുതി വെക്കുന്നു. ഓക്കെ, ഈ പ്ലസ് മിസ് അതേപോലെ, ഇത് ഈ പ്ലസ് തൽക്കാലം ഇവിടെ തന്നെ ഇടുന്നു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെയുള്ളത് അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ 2 പ്രാവശ്യം എഴുതണ്ട, ഇതിൻ്റെ അടിയിലും /2 ഇതിൻ്റെ അടിയിലും /2 ഒരു /2 ഇട്ട് വെക്കുക. എന്നിട്ട് മുകളിൽ തമ്മിൽ ചെയ്യുക, -17 -3 ചെയ്യുക. -17 -3 എത്ര വരും, എങ്ങനെയാ അത് ചെയ്യുക, ഇങ്ങനെ 2 നെഗറ്റീവ് വന്നാൽ എന്താ ചെയ്യേണ്ടത്, ഇവരെ തമ്മിൽ കൂട്ടുക. 17 3 കൂട്ടിയാൽ 20. എന്നിട്ട് എന്ത് ചിഹ്നം ഇട്ട് കൊടുക്കുക, നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലേ. നമ്മൾ 10 8 9 സ്ഥിരമായിട്ട് പഠിച്ച കാര്യമാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. -3 -4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ, 4 3 കൂട്ടിയാൽ 7. എന്നിട്ട് എന്ത് ചിഹ്നം ഇട്ട് കൊടുക്കണം, മൈനസ് ഇട്ട് കൊടുക്കണം. അത് പഠിച്ചു വെക്കുക കേട്ടോ, ഇടയ്ക്ക് എല്ലാവരോടും തെറ്റിപ്പോണ കാര്യമാണ്. മിസ് നേരത്തെ പോസിറ്റീവായി പോകുമെന്ന് പറഞ്ഞത് എങ്ങനെയുള്ള കേസാണ് അറിയോ, 4 -3 വിചാരിക്കുകയും ഇങ്ങനെ തൊട്ട് വന്നാൽ മാത്രമേ അത് പോസിറ്റീവ് ആവുള്ളൂ, നമുക്ക് പോസിറ്റീവ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. -4 -3 ഈ നെഗറ്റീവ് രണ്ടും 2 സ്ഥലത്തല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവരെ തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. പറഞ്ഞത് ഓക്കെ അല്ലേ. അപ്പോൾ -3, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിലുള്ള കാര്യം അതേപോലെ എഴുതി, -17 -3. ഓക്കെ, ഇതാ 3/2n എന്ന് എഴുതുന്നു, പ്ലസ് -17 -3 എത്ര വരും, ഇപ്പം ചെയ്തതനുസരിച്ച് ഇത് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, -20 -20/2 വരും ശരിയല്ലേ. 20നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര, 20ൻ്റെ പകുതി എത്രയാ, 10 2 20 ശരിയാണല്ലോ. അതായത് 3/2n, എടാ 20നെ 2 കൊണ്ട് ഹരിച്ചാൽ 10 എന്ന് വരും. പക്ഷേ നമുക്കൊരു മൈനസ് ഇല്ലേ, അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എന്തെഴുതണം, -10 എന്നെഴുതണം. അതായത് നമുക്ക് തന്ന ഈ ചോദ്യത്തിൻ്റെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 3/2n -10 എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ, കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അത് അതേപോലെ എഴുതി. എന്നിട്ട് മുകളിൽ തമ്മിൽ ചെയ്തു, -13 -17 -3 -20 എന്ന് വരും. 20നെ 2 കൊണ്ട് ഹരിച്ചാൽ 10 വരും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞാൽ dn + f - d എന്നാണ് നമ്മുടെ ഇക്വേഷൻ. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസവും f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള 4 ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആയല്ലോ അല്ലേ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം പെട്ടെന്ന് കഴിഞ്ഞു. കാരണം എന്താ, ഇതിൽ ഒന്നാമത്തെ പദം ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിലും 4ാമത്തെ ചോദ്യത്തിലും എഫ് മിസ്സിങ് ആണ് അല്ലേ. പക്ഷെ കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ, നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ 5ാമത്തെ പൊസിഷനിൽ 4 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ 1ാമത്തെ പൊസിഷനിലെത്തും അല്ലേ. അതേപോലെ 8ാമത്തെ പൊസിഷനിൽ നിന്ന് 7 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ 1ാമത്തെ പൊസിഷനിലെത്തൂലേ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് 1ാമത്തെ ചാപ്റ്ററും 3ാമത്തെ ചാപ്റ്ററും വളരെ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ബാക്കി ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. 1ാമത്തെ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും മിസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കണ്ട് എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ ചോദിക്കുക. താങ്ക്